ചേറിലിറങ്ങി പണിഞ്ഞ സത്യം ചോറിലെ കൂറായി പറഞ്ഞു വെള്ളായി. ചേറിലിറങ്ങി പണിഞ്ഞ സത്യം ചോറിലെ കൂറായി പറഞ്ഞു വെള്ളായി. ജീവിതാനുഭവങ്ങളുടെ കനൽ വഴി താണ്ടി ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറിയ കവി വേദനിപ്പിച്ചും അസ്വസ്ഥപ്പെടുത്തിയും മുഴങ്ങിയ വരികൾ. ഭോഗസഞ്ചാരികൾ പാതതോറും ദൂരവേഗങ്ങൾ പണിഞ്ഞ നേരം കിട്ടിയോരച്ചിലും നക്കി മെല്ലെ മൂലയിലെങ്ങാൻ ചടഞ്ഞിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആദിമ ജനത എന്നുള്ള അർത്ഥത്തിൽ അവർക്ക് പറയാനുള്ളത് അവരുടെ ഇച്ഛകളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും സൗന്ദര്യ ഒക്കെ തന്നെ രൂഢമൂലമായിട്ട് അങ്ങനെ കിടക്കുമായിരുന്നല്ലേ. അങ്ങനെയാണ് എനിക്ക് എന്തോ ഒരു സമയത്ത് ചില വരികൾ കിട്ടുന്നു. എനിക്കറിയില്ല ഇതെങ്ങനെ വന്നു എന്നുള്ളത്. വാക്കുകൾ വറ്റിയപ്പോൾ മനോഹരമായ ശില്പങ്ങൾ പിറന്നു. ഇത്രയൊക്കെ കവിത എഴുതുമ്പോൾ എൻ്റെ ഉള്ളിൽ കിടന്ന് നരങ്ങുന്ന ചില ശക്തികളുണ്ടായിരുന്നു. അങ്ങനെയാണ് കവിത ശില്പത്തിലോട്ട് പോയി ശില്പത്തിനോട് അങ്ങ് ജീവിതത്തിന് ഉപയോഗിക്കും. 5 വർഷം മുൻപെത്തിയ അസുഖം കവിയുടെ ശരീരത്തെ തളർത്തി. വൃക്കരോഗം പിന്നാലെ വന്നു. അതിനിടെ കാഴ്ചശക്തിയും നഷ്ടമായി. മകൻ യതിയും അസുഖബാധിതനായതോടെ വരുമാനം നിലച്ചു. ബുദ്ധിമുട്ടിലാണ്. കാരണം അച്ഛന് 2020 മുതൽ ഇങ്ങോട്ട് ശരിക്കും ട്രീറ്റ്മെൻറ്റ് ലിവറിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അത് ഒരു 1.5 കൊല്ലം മരുന്ന് കഴിച്ച് മാറി. അതിനു ശേഷമാണ് കൊറോണേൻ്റെ സമയത്ത് വന്ന് കൊറോണ അത് കഴിഞ്ഞ് വന്ന് പിന്നെ TV വന്ന് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ കിഡ്നീൻ്റെ കാര്യങ്ങൾ കാണിക്കും. കവിതയും നോവലും ഉൾപ്പെടെ 60ഓളം കൃതികളാണ് രാഘവൻ അത്തോളിയുടേതായി പുറത്തിറങ്ങിയത്. വീണ്ടും കടലാസിൽ മഷി പുരളാൻ കരുണ വറ്റാത്തവരുടെ കരം കവിക്ക് നേരെ നീളണം. ഈ എഴുതാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇനിയുമുണ്ട്. എൻ്റെ നോവൽ ഇപ്പോഴും ഉണ്ട്, വരുന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്നെ ഞാനെന്തു വിളിക്കുമെന്നവളെൻ്റെ നീറും മനസ്സിൻ്റെ പായകൾ നിവർത്തുന്നു. നീ എൻ്റെ സ്വപ്നശൈലങ്ങളിൽ. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്. കടലിൽ മറയുന്നവൾ.